1925 വിജയദശമി ദിനത്തിലാണ് RSS ഉണ്ടായതെങ്കിൽ 100 കൊല്ലം തികയുന്ന ഈ വിജയദശമി ദിനത്തിൽ വരാനിരിക്കുകയാണ്. ആ വിജയദശമി ദിനത്തിൽ രാജ്യത്തുടനീളം ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിനുള്ള പദ്ധതിയുമായിട്ട് സംഘപരിവാരം മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ സാധാരണ പറയാറ് കല്ലും നെല്ലും വേർതിരിക്കാം. ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി, CPMന്റെ പ്രസക്തിയും പ്രാധാന്യവും ഇവിടെയാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ത്യാഗപൂർവം രാജ്യത്തിലെ അക്കാലത്തെ യുവാക്കൾ പോരാടുന്ന ഘട്ടത്തിൽ എന്തായിരുന്നു ഈ മോദിയുടെ ആത്മീയ ആചാര്യന്മാരായിട്ട് RSS ചെയ്തിരുന്നത്? അവർ പറഞ്ഞു, നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് വെറുതെ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. വൃഥാ സമയം ചെലവിടലാണ് ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതിനൊന്നും നിങ്ങൾ മെനക്കെടണ്ട. പിന്നെയോ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഹിന്ദുത്വം സംരക്ഷിക്കണം. ഹിന്ദുത്വം സംരക്ഷിക്കാനുള്ള സമരമാണ് നടത്തേണ്ടത്. അതുകൊണ്ട് ഹിന്ദുത്വത്തിന്റെ ശത്രുക്കളാരാണ്? ഒന്ന് മുസ്ലിങ്ങൾ, മറ്റൊന്ന് ക്രിസ്ത്യാനികൾ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ. മൂന്നാണ് ആഭ്യന്തര ഭീഷണികൾ. രാജ്യത്തിന്റെ ആഭ്യന്തര ഭീഷണികളിൽ നിന്നുള്ള മോചനമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നിങ്ങൾ സമരം നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞിട്ട് RSSന്റെ ശാഖകളിൽ കബഡി കളിച്ച വിദ്വാൻമാരാണ് ഇപ്പോഴത്തെ BJPയുടെ അന്നത്തെ നേതാക്കന്മാർ. അന്നത്തെ RSSന്റെ നേതാക്കന്മാർ കബഡി കളിക്കുക, ചടുകുടു വാഴുക. ആ ശക്തിയുടെ അധികാരത്തിലേക്കുള്ള ആരോഹണം അതാണല്ലോ 2014 മുതൽ നമ്മൾ കാണുന്നത്, അല്ലേ? അവരെ ഇപ്പം ഭരണം നിയന്ത്രിക്കുന്ന RSS ആണ്. അപ്പൊ രണ്ട് പ്രകാരത്തിലാണ്. ഒന്ന്, BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഗവൺമെന്റ് സംവിധാനം പ്രവർത്തിപ്പിക്കുക. എല്ലാം ഒരു ലക്ഷ്യമാണ്. എന്താ ലക്ഷ്യം? ഒറ്റ ലക്ഷ്യം, ഹിന്ദുത്വം. അപ്പോ ചിലർ തെറ്റിദ്ധരിക്കും, ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുമായിട്ട് വല്ല ബന്ധവും യാതൊന്നുമില്ല, അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ്. അത് ഹിന്ദു എന്ന് പറയുന്ന വിഭാഗങ്ങൾ ആരൊക്കെ വരും? പട്ടികജാതിക്കാര്, പട്ടികവർഗക്കാർ, പിന്നാക്ക ജാതിക്കാര്, മറ്റ് വ്യത്യസ്തമായിട്ടുള്ള ജാതികൾ, ഇതൊക്കെ അവാന്തര വിഭാഗങ്ങളായിട്ട് നിലകൊള്ളുന്ന ഒരു വിശാലമായിട്ടുള്ള സമൂഹമാണ് ഹിന്ദു സമൂഹം. അതിലെ വിശ്വാസികളും ഹിന്ദുത്വവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, വ്യത്യാസമുണ്ട്. ഹിന്ദുത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയ പദ്ധതിയാണ്. എന്താ രാഷ്ട്രീയ പദ്ധതി? ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളത്, മതരാഷ്ട്രം. മതരാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് RSSന്റെ പദ്ധതി. ഇപ്പോ ഇത് 2025 RSS രൂപീകരിച്ചിട്ട് 100 കൊല്ലം തികയുന്ന വർഷമാണിത്, 2025. അപ്പൊ ഇക്കൊല്ലം ഒക്ടോബർ 2 അന്നാണ് വിജയദശമി. 1925 വിജയദശമി ദിനത്തിലാണ് RSS ഉണ്ടായതെങ്കിൽ 100 കൊല്ലം തികയുന്ന ഈ വിജയദശമി ദിനത്തിൽ വരാനിരിക്കുകയാണ്. ആ വിജയദശമി ദിനത്തിൽ രാജ്യത്തുടനീളം ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിനുള്ള പദ്ധതിയുമായിട്ട് സംഘപരിവാരം മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ സാധാരണ പറയാറ് കല്ലും നെല്ലും വേർതിരിക്കാം. കല്ല് കല്ലായിട്ട് കാണുക, നെല്ല് നെല്ലായിട്ട് കാണുക. ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി, CPMന്റെ പ്രസക്തിയും പ്രാധാന്യവും ഇവിടെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം നടത്തി രാജ്യം ഏത് വിധത്തിലുള്ള ഒരു രാഷ്ട്രത്തെയാണ് രൂപീകരിച്ചത്? ഇതെല്ലാവരുടെയും മുന്നിലുള്ള ചോദ്യമാണ്. അതിൽ മാർക്സിസ്റ്റുകാരനോ കോൺഗ്രസുകാരനോ ലീഗുകാരനോ ആരായിക്കഴിഞ്ഞാലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്ത് രൂപപ്പെട്ട ഭരണവ്യവസ്ഥ ഏതു നിലക്കുള്ളതാണ്? രാഷ്ട്രശില്പികൾ ഏത് തരത്തിലുള്ള ഒരു ഭരണഘടനയാണ് രാജ്യത്തുണ്ടാക്കിയത്? എല്ലാവരുടെയും മുമ്പിലുള്ള ചോദ്യമാണ്. ഇപ്പൊ നമ്മുടെ ഭരണഘടന അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. ഭരണഘടനയുടെ ആദ്യത്തെ വാചകം പല അവസരങ്ങളിലും പ്രതിജ്ഞ ചൊല്ലാൻ ഉപയോഗിച്ച വാചകം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുകയാണ്. നോക്കണം, ഇതെല്ലാവർക്കും ബാധകമാണ്, ഏത് പാർട്ടിക്കാരനും ബാധകമാണ്.
ഒരു പാർട്ടിയിലും വിശ്വസിക്കാത്തവർക്കും ബാധകമാണ് രാജ്യത്തിന്റെ ഭരണഘടന. നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിത്തറയിട്ടു വന്ന് ആ അടിത്തറയിട്ടുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ഭരണഘടനയുടെ ആദ്യത്തെ വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പൗരന്മാരായിട്ടുള്ള നാം ഏത് വിധത്തിലുള്ള രാഷ്ട്രമാണ്? ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായും, പരമാധികാര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, പിന്നെയോ മതനിരപേക്ഷ രാജ്യമാണ്, സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ഇങ്ങനെയാണ് ലക്ഷ്യം. ഇങ്ങനെയൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി പൗരന്മാരായിട്ടുള്ള നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നമ്മളിൽ ആരെല്ലാം ഉണ്ട്? നാനാവിശ്വാസികൾ. ഇവിടെയാണ് നമ്മുടെ ഈ മതവർഗീയവാദികൾ പലയിടത്തും ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ഇപ്പോൾ ചിലയിടത്ത് രഹസ്യമായിട്ടാണ് അവരുടെ പ്രവേശം, ചിലയിടത്ത് പരസ്യമായിട്ടാണ് പ്രവേശം. ഇവിടെ നാനാവിശ്വാസികളുണ്ട്. ഇതാ ഇവിടെ ഈ വേദിക്കടുത്താണ് മുസ്ലിങ്ങളുടെ ഒരു ആരാധനാലയം, പള്ളി നിലകൊള്ളുന്നത്. കുറച്ചപ്പുറത്ത് ഹിന്ദു വിഭാഗത്തിന്റെ ആരാധനാലയം ഉണ്ടാവും, അപ്പുറത്ത് ക്രിസ്ത്യാനികളുടെ ചർച്ച ഉണ്ടാവും. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ രാഷ്ട്രവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രശില്പികൾ അംഗീകരിച്ചത് ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി രൂപപ്പെടുത്തും എന്നാണ്. ഇന്നിപ്പോ RSSന്റെയും BJPയുടെ നേതാക്കന്മാർ ഇപ്പോ പച്ചയായി തന്നെ പറയാൻ തുടങ്ങിയിരിക്കുകയാണ്, ഈ ഭരണഘടനയുടെ ആദ്യത്തെ വാചകം അതിൽപ്പെട്ട സോഷ്യലിസം അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. 1976 ഭരണഘടനാ ഭേദഗതിയോടുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് മാറ്റണം. പിന്നെയോ അതിനപ്പുറം സോഷ്യലിസത്തെ പറ്റി പറയുന്നുണ്ട്, അത് മാറ്റണം. അതൊക്കെ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. ശരിയാണ്, 76 ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് ഭരണഘടനയുടെ ആദ്യത്തെ വാചകത്തിൽ ഈ മതനിരപേക്ഷത എന്നുള്ള വാക്കും സോഷ്യലിസം എന്നുള്ള വാക്കും കൂട്ടിച്ചേർത്തു. അത് ശരിയാണ്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ആദ്യത്തെ വാചകത്തിൽ അവസാനിക്കുന്നതല്ല, അത് പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഒട്ടേറെ വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ടുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യമാണ്. ഇനിയിപ്പോ ആദ്യത്തെ വാചകം നോക്കൂ, വി, നമ്മളാരാണ്? നാനാവിശ്വാസികൾ. ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാർസിയുണ്ട്. ഒരു മതത്തിലും ദൈവത്തിലും വിശ്വസിക്കാത്തവരുണ്ട്. അതാണ് നാനാവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ആ നാനാവിശ്വാസികളടങ്ങിയിട്ടുള്ള നാം ഇന്ത്യയെ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു. നമ്മൾ അന്വേഷിക്കുമ്പോ ഈ ആദ്യത്തെ വാചകം എങ്ങനെ രൂപപ്പെട്ടത്? അംബേദ്കറും ബാബു രാജേന്ദ്ര പ്രസാദും നെഹ്റുവും ഒക്കെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലെ അംഗങ്ങൾ ഒരു എഴുത്ത് അവര് കൂടിയിരുന്നിട്ട് എഴുത്ത് പാസാക്കി. കൈമുട്ടി പാസാക്കലല്ല, പിന്നെയോ കൂലങ്കഷമായി ഓരോ വാചകവും ചർച്ച ചെയ്തുകൊണ്ടാണ്, ഓരോ വാക്കും ചർച്ച ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ ഒരാൾ ഒരു ഭേദഗതി കൊണ്ടുവന്നു. ഇങ്ങനെയല്ല ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങേണ്ടത്. ഇങ്ങനെയല്ല ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങേണ്ടത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഈ ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നാം എന്നല്ല തുടങ്ങേണ്ടത്. പിന്നെയോ ലോകത്തിൽ ചിലയിടത്തുള്ള ഭരണഘടനകൾ ആരംഭിക്കുന്നത് ദൈവനാമത്താലാണ്. അതുകൊണ്ട് HV കാമത്ത് എന്ന ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലെ അംഗം ഒരു ഭേദഗതി നിർദ്ദേശിച്ചു. ആ ഭേദഗതിയിൽ പറഞ്ഞു, ഇൻ ദി നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ തുടങ്ങണം ഇന്ത്യയുടെ ഭരണഘടന. ദൈവനാമത്തിൽ തുടങ്ങണം. ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ ഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്. അത് ഹിന്ദു ഉണ്ടാവും, മുസൽമാനും ഉണ്ടാവും, ക്രിസ്ത്യാനി ഒക്കെ ഉണ്ട്. നാനാ വിഭാഗത്തിൽപ്പെട്ടവരും അവര് വോട്ടിനിട്ട് തള്ളി ഈ ഭേദഗതി. നോക്കണം, നമ്മുടെ ഭരണഘടന രൂപപ്പെടുന്നത് ദൈവത്തെ വോട്ടിനിട്ട് തള്ളിയിട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ രാജ്യത്തിലെ മതവർഗീയവാദികൾ തിരിച്ചറിയണം. ദൈവത്തെയാ വോട്ടിനിട്ട് തള്ളുന്നത്. എന്തുകൊണ്ട്? അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല. രൂപപ്പെടുന്ന രാഷ്ട്രം
ഒരു മതവിശ്വാസത്തിനും അല്ലെങ്കിൽ ഒരു മതത്തിനും പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് പ്രത്യേകമായിട്ടുള്ള പദവി കൊടുക്കുന്നില്ല. എല്ലാ വിശ്വാസങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരു ഭരണഘടനയാണ് ഈ രാജ്യത്തിന് വേണ്ടത് എന്നാണ് നമ്മുടെ രാഷ്ട്രശില്പികൾ ചിന്തിച്ചത്. അങ്ങനെയാ വന്നത്.